ഹലോ ടാറോട്ട് ലവേഴ്സ്, എല്ലാവർക്കും ബ്രോസ് ടാറോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമുള്ളതാണോ, ഈ വ്യക്തി നിങ്ങളുടെ ഇപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാകുമോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ റീഡിങ്ങിൽ നിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ, ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളായിട്ട് എല്ലാം കൊണ്ടും മാച്ചാവുന്ന ഒരു സ്വഭാവക്കാരനോ അല്ലെങ്കിൽ റിലീജിയസ് പരമായിട്ടോ അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയായിട്ടോ ഒക്കെ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കഴിയുന്ന, അതായത് വളരെയധികം മാച്ചിങ് ആയിട്ട്, അതായത് ഒരു ഭയങ്കര പെർഫെക്റ്റായ രീതിയിലുള്ളൊരു വ്യക്തി ആയിരിക്കാം ഇവർ. അപ്പോൾ ഇവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുണ്ട്. അതായത് ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനെങ്കിലും ഇവർ സ്വന്തമാക്കണം എന്ന് കരുതി കഴിഞ്ഞാൽ അവരത് തീർച്ചയായിട്ടും അത് അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരാൾക്കാരാണ്. അതായത് അത് എങ്ങനെയെങ്കിലും അവർ സ്വന്തമാക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഇവരെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്വന്തമാക്കണം എന്ന് ഈ വ്യക്തിക്ക് പണ്ടേ മുതൽ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവരുടെ സ്നേഹം ആത്മാർത്ഥമുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ ചിലവരുടെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ വ്യക്തിയെ നിങ്ങൾ ഇനിയും കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഉണ്ട്. അതായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ കംഫർട്ടബിൾ ആക്കി വെക്കുന്നുണ്ടോ, നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ വളരെയധികം ദേഷ്യപ്പെട്ട് നിങ്ങളോട് പെരുമാറുന്നു, അങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഉള്ളത് അല്ല എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് അങ്ങനെ ഒന്നും പെരുമാറുന്നില്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു തരുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത്ര സ്നേഹം ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്നും വിട്ടുപോകൂ എന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആ ഒരു ഇന്നർ ചൈൽഡ്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ അടുത്ത് വളരെയധികം കംഫർട്ടബിൾ ആവുകയാണെങ്കിൽ നമ്മൾ വളരെയധികം അവരോട് സംസാരിക്കും, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കേട്ടിരിക്കും. അതേപോലെ തന്നെ നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയുന്നു, ചിരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഫുഡ് വാങ്ങിത്തരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് വലിയ കാര്യമായിട്ട് ചെയ്യുന്നതല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം അതിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളതിൽ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, അതായത് സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കൊടുക്കുന്നു അങ്ങനെയുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അതായത് നിങ്ങളെ തരം താഴ്ത്തി അല്ലെങ്കിൽ നിങ്ങളെ താഴ്ത്തി പറഞ്ഞ് മറ്റുള്ളവരെ പൊക്കി പറയുക, അല്ലെങ്കിൽ അതായത് എനിക്ക് ചേർന്നതല്ല, നിങ്ങൾ വളരെയധികം കുറവുകളുള്ള ആൾക്കാരാണ് എന്ന രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ടെങ്കിൽ, പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോയി ആ വ്യക്തി എത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ നിന്നും മാറൂ എന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അതേസമയം ഈ വ്യക്തി അങ്ങനെയൊന്നുമല്ല, വളരെയധികം അണ്ടർസ്റ്റാൻഡിങ് ആണ്, വളരെയധികം കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് നിങ്ങളൊന്ന് ഇരുത്തി ആലോചിച്ചാൽ മതി, അതായത് ഈ വ്യക്തി നിങ്ങൾക്കുള്ളതാണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ഓരോന്നായിട്ട് ഓർക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് നിങ്ങളെ കംഫർട്ടബിൾ ആക്കി വെക്കുന്നില്ല, അതായത് നിങ്ങൾക്ക് അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ആണ് ബിൽഡാകുന്നത്, ലവിന് പകരം ഇൻസെക്യൂരിറ്റി ആണ്, ഒരു സേഫ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ നിന്നും വിട്ടുമാറി പോവുക എന്ന് തന്നെയാണ്. പിന്നെ ഈ വ്യക്തി ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത്? അതെ, സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ആരെങ്കിലും അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്ക് ഓഫ് ചെയ്യുക എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ വിട്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആരും നിങ്ങളിലേക്ക് വരില്ല എന്നുള്ളതല്ല പറയുന്നത്. ഓക്കെ, ഈ വ്യക്തിയിൽ നിന്നും വിട്ടുപോകുമ്പോൾ, അതായത് ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോകുമ്പോൾ അതൊരു പാഠമാണ് നിങ്ങൾക്ക്. അതായത് എങ്ങനെയായിരുന്നു ഒരു വ്യക്തിയെ ഞാൻ സ്നേഹിക്കേണ്ടിയിരുന്നത്,
ഓക്കെ, എങ്ങനെയായിരുന്നു ഒരു വ്യക്തി എന്നെ തകർക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ടൈം എത്തുമ്പോൾ, അതായത് നിങ്ങളുടെ ആ ഒരു ടൈം എത്തുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ ഒരു പ്രപ്പോസൽ വരാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് ഫ്യൂച്ചറിൽ വളരെയധികം സർപ്രൈസ്ഡ് ആവുന്ന രീതിയിലേക്ക് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്ന് ചേരും. അതായത് ഈ വ്യക്തി നിങ്ങൾക്ക് റോങ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വളരെയധികം, അതായത് ഉള്ളിൽ നിങ്ങൾക്ക് വളരെയധികം ഈ വ്യക്തിയെ കാണുമ്പോൾ തന്നെ പേടിക്കുന്നുണ്ടെങ്കിൽ, വളരെയധികം ഇൻസെക്യൂരിറ്റികൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ വിട്ടുകളയുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫ്യൂച്ചറിൽ ഒരു സർപ്രൈസ്ഡ് ആയിട്ട്, അതായത് നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരും എന്ന് തന്നെയാണ്. അത് അങ്ങനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ചേർന്നിട്ടുള്ള ആളല്ലേ നമ്മൾക്ക് വരികയുള്ളൂ. അല്ലാതെ നമ്മളെ വിഷമിപ്പിക്കുന്നു, അതായത് 24 മണിക്കൂർ നമ്മളെ വിഷമിപ്പിക്കുന്നു, നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങൾ മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നു, നമ്മളെ കൂടുതലും വളരെ തരം താഴ്ത്തുന്ന രീതിയിലേക്ക് ഒരു വ്യക്തി നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ആത്മാർത്ഥമായ പ്രണയമോ അവർക്ക് നിങ്ങളോട് ഒരു ആത്മാർത്ഥമായ പ്രണയമോ ഒന്നുമല്ല ഉള്ളതവിടെ. ഓക്കെ, അതായത് അവർക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു പാവ പോലെയാണ് നിങ്ങളവിടെ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്മാറുക എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ കൂടുതൽ തകർന്നു പോകും അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആദ്യം അത് ഓർക്കുക. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് എങ്കിലൊക്കെ നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറവുകൾ കാണിക്കുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേറ്റ് നന്നായിട്ട് ചെയ്യുക. അതായത് ഒരു സീരിയസ് ആയ രീതിയിൽ, അതായത് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഈ ഒരു കാര്യം മതിയായി എന്നുള്ളത് ഈ വ്യക്തിയോട് പൂർണ്ണമായിട്ടും നിങ്ങൾ തുറന്നു പറയുക. ഓക്കെ, ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ഈ വ്യക്തിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കൂ എന്ന് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രിപ്പ് പോകാൻ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഈ വ്യക്തി വളരെ നല്ലതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ട്രിപ്പ് പോകാനൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ പോവുക. പക്ഷേ ഈ വ്യക്തി നിങ്ങളോട് അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിയോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഈ വ്യക്തി അങ്ങനെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് ആ ഒരു പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവുക എന്ന് തന്നെയാണ്. അല്ലാതെ ഈ വ്യക്തിയെ തൂങ്ങിപ്പിടിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്കൊന്നും ഈ വ്യക്തിയിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നില്ല. കാരണം നിങ്ങൾക്ക് കൂടുതൽ വിഷമങ്ങളാണ് നിങ്ങൾ റിസീവ് ചെയ്യുന്നത്, അതായത് നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുക, അവിടെ ഒരു സ്റ്റോപ്പ് പറഞ്ഞ് അത് നിർത്തിക്കുക എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ വെറുതെ കിടന്ന് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോകാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി അങ്ങ് വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ചേർന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ ഇപ്പോൾ എന്താണ്, എനിക്കൊരു ലവ് വേണം അല്ലെങ്കിൽ എനിക്കൊരു പാർട്ട്ണറെ വേണം അങ്ങനെ പറഞ്ഞ് നിങ്ങളിങ്ങനെ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല എന്ന് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യൂ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യൂ, നിങ്ങളുടെ ബ്യൂട്ടി കൂട്ടാനുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യൂ. ഓക്കെ, ഫിസിക്കലി സ്ട്രോങ് ആവാനായിട്ടുള്ളതിൽ ഫോക്കസ് ചെയ്യൂ. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഒരു പാർട്ട്ണറിനെ, അതായത് നിങ്ങൾക്കൊരു പാർട്ട്ണറിനെ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണോടിച്ചുകൊണ്ട് നടക്കാതെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യൂ. സമയമാവുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് തന്നെ വരും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾ തപ്പിൽ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് വളരെയധികം ടൈം വേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ഹറീനെസ്, അതായത് എനിക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന് നിങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് നിങ്ങൾക്കൊരു പാർട്ട്ണറിനെ വേണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി എൻ്റെ ജീവിതകാലം മുഴുവൻ ആ വ്യക്തി എൻ്റെ കൂടെ എന്നെ മനസ്സിലാക്കി എപ്പോഴും എൻ്റെ കൂടെ വേണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ എനിക്കൊരു പാർട്ട്ണറിനെ വേണം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. അതായത് ആ വ്യക്തി എൻ്റെ കൂടെ ജീവിതകാലം മുഴുവനും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. എന്നാലേ നിങ്ങളിലേക്ക് റൈറ്റ് പേഴ്സൺ വന്ന് ചേരുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കയറി ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം വരും, നിങ്ങൾ വിഷമിക്കേണ്ട സാഹചര്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ
ആത്മാർത്ഥ സ്നേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഉള്ളത്, അതായത് നിങ്ങളുടെ ഒപ്പം ഉള്ള ആളെ നിങ്ങൾ നന്നായിട്ട് വിലയിരുത്തേണ്ട ഒരാവശ്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എടുത്തു ചാടി ഒരു ഡിസിഷനും നിങ്ങൾ എടുക്കരുത്. വളരെയധികം നന്നായി ആലോചിച്ചു കൊണ്ട് തന്നെ ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഒക്കെ നിങ്ങൾ ശ്രമിക്കുക എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെങ്കിൽ തന്നെ ഈ വ്യക്തി എൻ്റെ കൂടെ, അതായത് എൻ്റെ പങ്കാളിയായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്ത്, എന്നെ കെയർ ചെയ്ത്, എന്നെ ലവ് ചെയ്ത് ഈ വ്യക്തി എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും വളരെയധികം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഓക്കെ, അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല, അങ്ങനത്തെ സാഹചര്യം, അതായത് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ആൾ നിങ്ങളിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്കുള്ളതാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട, ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഓക്കെ, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും, റോങ് ആയിട്ടുള്ളവർ നമ്മളെ വിട്ട് പോകും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ വിഷമിക്കാനൊന്നുമില്ല. ആത്മാർത്ഥമായുള്ള സ്നേഹം നിങ്ങളിലേക്ക് എന്നായാലും വന്ന് ചേരും. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു.